കടുക ഗോപാലകൃഷ്ണൻ എല്ലാ വിരലുകളും ചൂണ്ടുന്നത് പിണറായിക്ക് നേരെയാണ്. പക്ഷേ CPM സംസ്ഥാന സമിതി യോഗത്തിൽ പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള ചങ്കൂറ്റം ഒരാൾക്കും ഉണ്ടാവില്ല. CPM സംസ്ഥാന സമിതി യോഗത്തിൽ എന്നല്ല, ഇടതുമുന്നണിയുടെ നേതൃയോഗത്തിലും പിണറായിക്കെതിരെ കമാന്നൊരക്ഷരം ആരും പറയില്ല. നോക്കൂ ഗോപാലകൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് സമസ്ത കൂടെ നിന്നു. സമസ്തയുടെ മുഖപത്രം ആയിട്ടുള്ള സുപ്രഭാതത്തിൽ CPMന് ഇടതുമുന്നണിക്ക് അനുകൂലമായി ലേഖനങ്ങൾ വന്നു. അതിൽ എതിർപ്പുള്ള ഒരു വിഭാഗമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സമസ്ത സുപ്രഭാതത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിൽ കൃത്യമായി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൂടി പെടുത്തുകയാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാനാകും, ഭരണത്തിലുള്ള ഇടതുമുന്നണിയിലും നേതൃത്വം നൽകുന്ന CPMലും ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസത്തിന് വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. ജനമനസ്സുകളിൽ നിന്ന് എന്തുകൊണ്ട് LDF പിഴുതെറിയപ്പെട്ടു എന്നത് വിശകലന വിധേയമാക്കേണ്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിൽ തുടങ്ങി SFIയുടെ അക്രമ രാഷ്ട്രീയം വരെ നീളുന്ന എണ്ണി പറയാവുന്ന ഒരുപാട് ഘടകങ്ങളുടെ അനന്തരഫലമാണ് 19ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എഴുതിയ വിധി എന്ന സുപ്രഭാതം മുഖപ്രസംഗത്തിൽ പറയുന്നു. മാത്രമല്ല, ഇന്ന് വെള്ളാപ്പള്ളി നടേശനും വളരെ പരസ്യമായി പിണറായിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിങ്ങളെ മാത്രമാണ് കയ്യിലെടുക്കുന്നത്, ഈഴവ വിഭാഗത്തെ അദ്ദേഹം അവഗണിക്കുന്നു എന്നൊരാക്ഷേപം കൂടി വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇദ്ദേഹം സ്വയം തിരുത്തുമെന്ന ചെറിയ പ്രതീക്ഷയെങ്കിലും താങ്കൾക്കുണ്ടോ? ഇദ്ദേഹം തിരുത്തുമെന്ന പ്രതീക്ഷയില്ലെന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകനായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലനായി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ആണിയും, ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ചിട്ടേ പിണറായി വിജയൻ അരങ്ങൊഴിയൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു തെളിവ്, ഇപ്പം നിങ്ങൾ സമസ്തയുടെ കാര്യം ചൂണ്ടിക്കാണിച്ചു. അതിനേക്കാൾ നല്ലൊരു ഉദാഹരണമാണ് പലപ്പോഴും ക്രൈസ്തവ സഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിരുന്നില്ല. പല കാലഘട്ടങ്ങളിലും ക്രൈസ്തവ സഭയെന്നും കോൺഗ്രസിൻ്റെ കൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഞ്ചാരത്തിൽ കൂടെ ഉണ്ടായിരുന്ന കുർലോസ് തിരുമേനി, അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും, ഗീവർഗീസ് കുർലോ തിരുമേനി എല്ലാ കാലഘട്ടത്തിലും പിണറായി വിജയൻ്റെ സന്തത സഹചാരിയും പിണറായി വിജയനുമായി എപ്പോഴും ഒരുമിച്ച് സഞ്ചരിക്കുന്നയാളും ഇടതുപക്ഷത്തിനു വേണ്ടി എപ്പോഴും ശബ്ദിക്കുന്ന ആളാണ്. ആ കുർലോസ് തിരുമേനി ഇന്ന് പറഞ്ഞു, കിറ്റുകൊണ്ട് അധികകാലം രക്ഷപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കരുത്, കിറ്റുകൊണ്ട് വിജയം നേടാം എന്ന് പ്രതീക്ഷിക്കേണ്ട, തിരുത്തലുകൾ വേണം. അപ്പോൾ ആ തിരുത്തലുകൾ വേണം, കിറ്റുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന കുർലോസ് തിരുമേനിയുടെ വാക്കുകൾക്ക് എന്താണ് പിണറായി വിജയൻ്റെ മറുപടി എന്നുള്ളത് അനിൽ നമ്പ്യാർ വാസ്തവത്തിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ്. ജനത്തിലൂടെ അദ്ദേഹം പറഞ്ഞത്, വിവരദോഷികൾ പുരോഹിതന്മാരായിട്ട് ഉണ്ട്, വിവരം കെട്ടവന്മാർ പുരോഹിത വൃത്തിയിലുണ്ട്. പുരോഹിത വൃത്തിയിൽ അല്ലെങ്കിൽ പുരോഹിതന്മാരിൽ വിവരദോഷികളും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കുർലോസ് തിരുമേനിയുടെ ഈ പ്രസ്താവന എന്നാണ്. അപ്പം ഇത്രയും കാലം ഈ കേൾക്കണില്ല, എന്താ പറഞ്ഞ ഫോണൊന്ന് മ്യൂട്ട് ചെയ്യണം. ഇത്രയും കാലം ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേൾക്കാം, നേരത്തെ കേട്ടിരുന്നു, പക്ഷേ അത് റിപ്പീറ്റ് അടിക്കുന്നു. ആ ഫോണിൽ നിന്നുള്ള ശബ്ദം കയറി വരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, നേരത്തെ എനിക്കിവിടെ കാണാൻ TV ഇല്ലാത്തതുകൊണ്ടേ ഓക്കെ, ഞാനത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ കുർലോസ് തിരുമേനിയോടുള്ള പിണറായി വിജയൻ്റെ ഭാഷയും ഭാഷ്യവും ആ ഒരു ശരീരഭാഷയും എന്താണ്? ഒരു വെറുക്കപ്പെട്ടവൻ്റെ ഭാഷയിൽ ആണ് കുർലോസ് തിരുമേനിയെ ഉപമിച്ചിരിക്കുന്നത്. കുർലോസ് തിരുമേനി എന്ന് പറയുന്നത് വിവരമില്ലാത്തവനാണ്, വിവരദോഷിയാണ്. ഇത്രയും കാലം
CPM വേണ്ടി, പിണറായി വിജയന് വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടി ഒപ്പം സഞ്ചരിച്ചിരുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു കിറ്റ് കൊണ്ടൊന്നും രാജ്യത്തെ ജനങ്ങളെ അങ്ങനെ കയ്യിലെടുക്കാമെന്ന് വിചാരിക്കരുത്. മാറ്റങ്ങൾ ഉണ്ടാവണം. സമസ്ത പറഞ്ഞത് എന്താ? സമസ്ത പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, SFIയുടെ ഈ ഒരു അങ്ങേയറ്റത്തെ അധമ പ്രവർത്തനം. വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ മടുത്തില്ലേ ഈ സാധനത്തിനെ? കേരളത്തിലെ ജനങ്ങൾക്ക് നേരത്തെ പാണ്ഡ്യാല ഷാജി പറഞ്ഞത് കമ്മ്യൂണിസത്തോട് വളരെ നല്ല ഒരു കാഴ്ചപ്പാട് പുലർത്തിയ, കമ്മ്യൂണിസത്തെ എപ്പോഴും സ്നേഹിച്ച ഒരു നാടാണ് ഈ കേരളം. എപ്പോഴും സോഷ്യലിസത്തെയും കമ്മ്യൂണിസത്തെയും നെഞ്ചിലേറ്റാൻ ആഗ്രഹിച്ച ഒരു നാടാണ് ഈ കേരളം എന്ന് നേരത്തെ ഷാജി പറഞ്ഞുവല്ലോ. വാസ്തവത്തിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ, സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഇത്ര വൃത്തികെട്ട സാധനമാണ്, ഇത്ര വൃത്തികെട്ടവന്മാരുടെ ഏർപ്പാടാണ്. ഈ സോഷ്യലിസം എന്ന് പറയുന്ന നാവ് തന്നെ വൃത്തികെട്ടവന്മാരുടെ ഭാഷയാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് പിണറായി വിജയൻ്റെ ഭരണത്തിലാണ്. പിണറായി വിജയൻ്റെ 8 വർഷത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ്. അപ്പോൾ ഇത് വിലയിരുത്തലാണോ എന്ന് ഗോവിന്ദ മാഷോട് ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? ഒന്നിൽ കൂടുതൽ എനിക്ക് എൻ്റെ ചെവിയിലേക്ക് തന്നെ ഇത് തിരിച്ച് വരികയാണ്. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ചെവിയിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ സീറ്റ് നേടിയാൽ ആ നേടുന്ന ഒന്നിൽ കൂടുതൽ സീറ്റ് നേടുന്നത് കേരളത്തിലെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലാണ് എന്ന് പറഞ്ഞാൽ 2 സീറ്റെങ്കിലും കിട്ടിയാൽ 100% വിജയം എന്ന് പറയാൻ വേണ്ടി ഇരുന്നവരാണ്. ജയരാജനൊക്കെ അങ്ങനെ പറയാം, 2 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ 1ൽ നിന്ന് 2 ആയില്ലേ, 100% ഞങ്ങൾ നേടി എന്ന് പറഞ്ഞേനെ. ഇപ്പോൾ ആ ഒരു കനൽത്തിരി ഒരെണ്ണം മാത്രമായിട്ട് അവശേഷിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെറുത്തു ജനങ്ങൾ, അഥവാ വെറുപ്പിൻ്റെ പാർട്ടിയാണ്, കേരളം വെറുത്ത പാർട്ടിയാണ്, വെറുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ്.